ആവശ്യമാണ്. നമ്മൾ രാവിലെ സ്റ്റേഡിയത്തിലേക്ക് ചെല്ലുമ്പോൾ മറ്റ് ലൈറ്റ് ആൻഡ് സൗണ്ട് വിഭാഗങ്ങളെല്ലാം തന്നെ അവിടെ നിന്ന് നീക്കം ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റേജിന് പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒരു രീതിയിലും പൊളിക്കരുത് എന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇന്ന് രാവിലെയും പോലീസ് അവിടെ പരിശോധന നടത്തിയിരുന്നു. FIR-ൽ പറയുന്നത് 14 അടി ഉയരത്തിൽ നിന്നാണ് ഉമാ തോമസ് താഴേക്ക് വീണതെന്നാണ്. അവിടെ ഒരു കൈവരിയോ സംവിധാനങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ക്യൂ മാനേജ്മെൻറ്റ് എന്ന രീതിയിലുള്ള ഒരു സംവിധാനം മാത്രമാണ് ഉള്ളത്. ഒരു പ്ലാസ്റ്റിക് റിബൺ അടക്കം ക്രമീകരിക്കുന്ന രീതിയിലൊരു സംവിധാനം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു അപകടത്തിൻ്റെ ഒരു ആധിക്യം വർദ്ധിക്കുന്നത്. ഒരു വരി കസേര മാത്രം ഇടേണ്ടടുത്ത് 2 വരി കസേര ഇട്ടു എന്നൊരു കണ്ടെത്തലും ഈ അഗ്നി രക്ഷാസേനയുടെ റിപ്പോർട്ടിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഗുരുതരമായ രീതിയിലുള്ള ഒരു ലംഘനം, ചട്ടലംഘനം അവിടെ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നടപടികളുണ്ടാകും. ഈ സംഘാടകർക്കെതിരെയും സ്റ്റേജ് നിർമ്മിച്ച കരാറുകാർക്കെതിരെയും അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ പോലീസ് ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. അതിന് തുടർ നടപടികൾ വരും മണിക്കൂറിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. അശാസ്ത്രീയമായ സ്റ്റേജ് നിർമ്മാണമാണ് ഉമാ തോമസ് MLA-യുടെ അപകടത്തിന് ഇടയാക്കിയത്. മൈതാനത്ത് നിന്ന് കൈവരികളില്ലാത്ത സ്റ്റേജിൽ കയറി കസേലയിൽ ഇരുന്ന MLA അതിഥികളെ കണ്ട് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു 15 അടി താഴ്ചയിലേക്ക് വീണത്. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് വൈകിട്ടാണ് ഈ അപകടം, ഉമാ തോമസ് MLA-ക്ക് അപകടം ഉണ്ടാകുന്നത്. ഇവിടെ ഈ സ്റ്റേഡിയത്തിൽ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഇത് കാണികൾക്ക്, പ്രത്യേകിച്ച് വിശിഷ്ടാതിഥികൾക്കും അടക്കമായി ക്രമീകരിച്ചിരിക്കുന്ന സ്റ്റേജ്, അത് അവിടെ വെച്ചായിരുന്നു അവർ താഴേക്ക് വീഴുന്നത്. ഇന്നലെ ഇവിടെ 12,000-ലധികം വരുന്ന നർത്തകരുടെ ഒരു ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ളൊരു പരിപാടിയായിരുന്നു ഇവിടെ സംഘടിപ്പിച്ചിരുന്നത്. മൃദംഗ വിഷൻ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ, അവർ മൃദംഗനാദം എന്നായിരുന്നു ഈ പരിപാടിക്ക് പേരിട്ടിരുന്നത്. അതൊരു ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ഒരു പരിപാടിയായിരുന്നു. സ്വാഭാവികമായും ഈ ഇവിടേക്ക് എത്തുന്നവരെ കൂടാതെ, കാരണം ഈ നർത്തകരെ കൂടാതെ തന്നെ അവരുടെ മാതാപിതാക്കളും അധ്യാപകരും അടക്കം വലിയൊരു ജനാവലി ഇവിടേക്ക് എത്തുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഇവിടെ ഇതായിരുന്നു ഇതിൻ്റെ വിശിഷ്ടാതിഥികൾക്ക് ഉമാ തോമസ് അടക്കമുള്ളവർ ഇരുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെയായിരുന്നു കസേരകൾ നിരത്തിയിരുന്നത്. ഇതിലൂടെ തുടക്കത്തിൽ ഇതിലൂടെയാണ് ഉമാ തോമസ് അതോടൊപ്പം തന്നെ മറ്റ് വിശിഷ്ടാതിഥികളടക്കമുള്ളവർ കടന്നു വരുന്നത്. ഇതുവഴിയാണ് കടന്നു വരുന്നത്. അതിൽ സാധാരണഗതിയിൽ ഒരു പ്ലെയേഴ്സ് എൻട്രി എന്നെല്ലാം തന്നെ പറയുന്ന ഒരു ഭാഗമാണിത്. ഇത് സ്റ്റേഡിയത്തിൻ്റെ പുറത്തു വന്നാൽ ഏറ്റവും പെട്ടെന്ന് സ്റ്റേഡിയത്തിന് അകത്തേക്ക്, അതായത് മൈതാനത്തിലേക്ക് വരാൻ കഴിയുന്ന, ഏറ്റവും പെട്ടെന്ന് കടന്നു വരാൻ കഴിയുന്ന ഭാഗം പ്ലെയേഴ്സ് എൻട്രി എന്ന് പറയുന്നു. ഈ ഭാഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മുഴുവനായും തന്നെ കോൺക്രീറ്റ് ചെയ്തൊരു ഭാഗമാണ്. ഇതിനകത്തേക്ക് വേണമെങ്കിൽ വാഹനം ഓടിച്ചു കയറ്റാൻ കഴിയുന്ന ആംബുലൻസ് അടക്കമുള്ളൊരു സംവിധാനങ്ങൾക്ക് വേണമെങ്കിൽ എത്താൻ കഴിയുന്ന രീതിയിലാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായി ഈ ഭാഗം കോൺക്രീറ്റ് ചെയ്തതാണ്. ഇതിന് മുകളിലാണ് ഈ സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് താഴേക്ക് വഴുതിയാണ് വീണാണ് ഉമാ തോമസിന് അപകടം സംഭവിക്കുന്നത്. ഇത് ഈ ഭാഗത്താണ് അവർ വീഴുന്നത്. അവരുടെ ചെരുപ്പ് ഇപ്പോഴും ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ സ്റ്റേജിൽ നിന്ന് കാല് തന്നെ താഴേക്ക് വീണ ഒരു ഭാഗമാണ് പോലീസ് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ നിന്നും വളരെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പുറത്തേക്ക് എത്തിച്ചു. വളരെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് അടക്കം എത്തിക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു. ഇതിൻ്റെ മുകളിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു അപകടത്തിന് ആക്കം കൂട്ടിയതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്റ്റേഡിയത്തിൻ്റെ ഈ ഭാഗത്ത് നിർമ്മിച്ച സ്റ്റേജിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെയാണ്. ഈ ഭാഗത്തുകൂടെ കടന്നു വന്ന ഉമാ തോമസ് ഇവിടെ ഈ മൈതാനത്തൂടെ നടന്ന് സ്റ്റേഡിയത്തിലേക്ക്, അതിൻ്റെ ഗാലറികളിലേക്ക് കയറാനായിട്ട് പെട്ടെന്ന് നിർമ്മിച്ചിരിക്കുന്ന പടവുകളാണ്. ഇതൊരു സ്ഥിരം നിർമ്മിതിയാണ്. കാരണം ഇത് നേരത്തെ ഫിഫ ജൂനിയർ കപ്പെല്ലാം ഇവിടെ നടത്തിയപ്പോൾ അവരുടെ മാനദണ്ഡ പ്രകാരമാണ് ഇങ്ങനെയൊരു നിർമ്മിതി നടത്തിയത്. കാരണം ഏതെങ്കിലും രീതിയിലുള്ളൊരു അപകടങ്ങളോ കാര്യങ്ങളോ സ്റ്റേഡിയത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ അവിടുന്ന് ആളുകളെ ഗാലറിയിൽ നിന്ന് ഒഴിപ്പിക്കുക. അപ്പോൾ അത്തരം സംവിധാനങ്ങൾ വേണം. അങ്ങനെയാണ് പിന്നീട് ഈ ഒരു രീതിയിലുള്ളൊരു നിർമ്മിതി വന്നത്. ഇതിലൂടെയാണ് അവർ ഈ സ്റ്റേജിലേക്ക് കയറുന്നത്. ഇതിലൂടെ കടന്നു വരികയും മറ്റു പലരോടും സംസാരിച്ച ശേഷം ഈ ഭാഗത്തേക്ക് വരികയും ചെയ്തിരിക്കുന്നു. പോലീസ് ഇപ്പോൾ ഇവിടെ സ്റ്റേജിലേക്ക് കടക്കാൻ പറ്റാത്ത രീതിയിൽ അത് പരിശോധനകൾ ആവശ്യമാണ്. അതുകൊണ്ട് ഇവിടെ ഒരു കടക്കാത്ത രീതിയിലേക്ക് കയറി കെട്ടി തിരിച്ചിട്ടുണ്ട്. ഇവിടെ വരികയും
ഈ കാണുന്ന ഈ സ്റ്റെപ്പിലൂടെ താൽക്കാലികമായി നിർമ്മിച്ച സ്റ്റെപ്പിലൂടെ ഇവിടേക്ക് സ്റ്റേജിലേക്ക് കയറുകയും ചെയ്തിരിക്കുന്നു. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ നിർമ്മിതി താൽക്കാലികമായി നിർമ്മിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് തൊട്ട് താഴെ കസേരകളുണ്ട്. അത് ഈ സ്റ്റേഡിയത്തിന്റെ ഗാലറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കസേരകളാണ്. അതിന് മുകളിലാണ് ഈ സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു സാധാരണ രീതിയിൽ വരുന്ന ഒരു ഗാലറിക്ക് മുന്നിൽ ഈ രീതിയിലുള്ള കൈവരികളുണ്ട്. തീർത്തും സുരക്ഷിതമായ രീതിയിലുള്ള കൈവരികൾ ഇതിന് മുന്നിലുണ്ട്. അപ്പോൾ അതിന് മുകളിലാണ് ഈ ഭാഗത്തേക്ക് നോക്കുക. ഇവിടെ കൃത്യമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ രീതിയിലുള്ളൊരു കസേരകൾക്ക് മുന്നിൽ ഇത്രയും ഉയരത്തിൽ തന്നെ ഈ കൈവരികൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഇതൊരു പൂർണ്ണമായും സുരക്ഷിതത്വം നൽകുന്നതാണ്. അപ്പോൾ ഇതിനു മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് അവിടെ സ്റ്റേജ് നിർമ്മാണം നടത്തിയിരിക്കുന്നത് എന്നതാണ്. ഈ ഭാഗത്തേക്ക് വരുമ്പോഴെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ ആ ബാരിക്കേഡിന് പൂർണ്ണമായും അതിന് മുകളിലേക്ക് വരുന്ന രീതിയിൽ പൂർണ്ണമായും അത് കവർ ചെയ്തുകൊണ്ടാണ് ഇതിൽ തട്ടടിച്ച സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നത്. സംഘാടകരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച തന്നെയാണ് ഇങ്ങനെ ഒരു അപകടത്തിന് ഇടയാക്കിയത് എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഇടുക്കി മുള്ളരിങ്ങാട് കാട്ടാനയാക്രമണത്തിൽ മരിച്ച അമർ ഇലാഹിയുടെ ഖബറടക്കം പൂർത്തിയായി. മുള്ളരിങ്ങാട് ജുമാ മസ്ജിദിലായിരുന്നു ചടങ്ങുകൾ. ഇന്ന് പുലർച്ചെയോടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറിയത്. നവമി ദിനേശ് വിവരങ്ങളുമായി മുള്ളരിങ്ങാട് നിന്ന്. നവമി, ഒരു നിർധന കുടുംബത്തിന്റെ ഏക അത്താണിയായ ചെറുപ്പക്കാരനെയാണ് നഷ്ടപ്പെട്ടത്. ആ തരത്തിലുള്ള വികാരപരമായ പ്രതിഷേധങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതും നമ്മൾ കണ്ടിരുന്നു. ചടങ്ങുകൾ പൂർത്തിയായോ? ശ്രീജ, 22 വയസ്സ് മാത്രം പ്രായമുള്ള അമർ ഇലാഹിയുടെ ഖബറടക്കം ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇവിടെ മുള്ളാരിങ്ങാട് ജുമാ മസ്ജിദ് പള്ളിയിലാണ് ഈ ഖബറടക്കം നടക്കുന്നത്. വളരെ വൈകാരികമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഈ കുടുംബത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. വീട്ടിൽ നിന്നും ഏകദേശം 200 മീറ്റർ മാത്രം ദൂരമുള്ള ഇടത്തേക്കാണ് മകൻ പശുവിനെ മേയാൻ വിട്ട പശുവിനെ തിരക്കി പോയത്. അമറും ഒപ്പം സുഹൃത്തും ഉണ്ടായിരുന്നു. മൻസൂർ, അതിൽ അമറിനെയാണ് കാട്ടാന ചവിട്ടി കൊലപ്പെടുത്തിയത്. മൻസൂർ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ ചികിത്സയിലാണ്. രാവിലെ മന്ത്രി റോഷി അഗസ്റ്റിനും മാത്യു കുഴൽനാടൻ MLA, ഡീൻ കുര്യാക്കോസ് MP അടക്കമുള്ളവർ വീട് സന്ദർശിക്കുകയും കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. എന്തായാലും ഈ പ്രദേശത്തെ കിടങ്ങടക്കം ഉള്ള നടപടികൾ, ഇതിനൊരു ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും എന്ന വാഗ്ദാനം നൽകിക്കൊണ്ടാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇവിടെ നിന്ന് മടങ്ങിയത്. പക്ഷെ അപ്പോഴും നാട്ടുകാരുടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം മന്ത്രിക്ക് നേരെയും MP-ക്ക് നേരെയും ഒക്കെ ഉണ്ടായിരുന്നു. ഇത്രയും ഞങ്ങൾ ഇപ്പോൾ അവിടെ നിർമ്മിച്ചിരിക്കുന്ന താൽക്കാലികമായിട്ടുള്ള ഫെൻസിംഗ്, അതിൽ കൂടി കറണ്ട് പാസ് ചെയ്യുന്നില്ല. നാട്ടുകാർ പിരിവെടുത്ത് 3 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ്
ആനയെ പേടിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം ഒരു താൽക്കാലികമായിട്ടുള്ള ഫെൻസിംഗ് നടത്തിയത്. MP-യുടെയോ MLA-യുടെയോ ഒക്കെ ഫണ്ടിൽ നിന്ന് ഈ തുക അനുവദിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു 22 വയസ്സുകാരന്റെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു എന്ന വലിയ വൈകാരികമായിട്ടുള്ള രംഗങ്ങളായിരുന്നു ആ വീടിന് മുന്നിൽ കാണാൻ കഴിഞ്ഞത്. പക്ഷേ ഡീൻ കുര്യാക്കോസ് MP പറയുന്നത് പ്രകാരം MP-യുടെ ഫണ്ടിൽ നിന്നും ഇതിനു വേണ്ടിയിട്ടുള്ള തുക അനുവദിച്ചിരുന്നു. വനം വകുപ്പാണ് ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികളൊന്നും നൽകാതിരുന്നത് എന്നൊരു ആരോപണമാണ് ഡീൻ കുര്യാക്കോസ് MP നടത്തിയിരിക്കുന്നത്. എന്തായാലും മന്ത്രി റോഷി അഗസ്റ്റിൻ ഇവിടെ എത്തുകയും കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. 10 ലക്ഷം രൂപ ഒരു ധനസഹായമാണ് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ഉടൻ തന്നെ കുടുംബത്തിന് കൈമാറും. ഒപ്പം ഈ പ്രദേശത്ത് ഇങ്ങനെ കാട്ടാനകളുടെ ശല്യം കൂടി വരുന്ന സാഹചര്യത്തിൽ ഫെൻസിംഗ് അല്ലെങ്കിൽ കിടങ്ങ് അടക്കം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഉടൻ തന്നെ പൂർത്തിയാക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടത് ശ്രീജ, ഈ 1 മാസത്തിനുള്ളിൽ തന്നെ 3 പേരാണ് കാട്ടാന ആക്രമണത്തിൽ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടത്. 1 വർഷത്തിനിടയിൽ 7-ലധികം പേർ കൊല്ലപ്പെട്ടു. ഈ ഓരോ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ മാത്രമാണ് നടപടി ഉണ്ടാകും, പരിഹരിക്കാമെന്നൊക്കെ പറഞ്ഞ് ജനപ്രതിനിധികൾ ഇവിടെ എത്തുന്നത്. അതുവരെ ഈ നാട്ടുകാരുടെ പ്രതിഷേധമോ അല്ലെങ്കിൽ നാട്ടുകാരുടെ പരാതിയോ കേൾക്കാനോ ഇവിടെ ആരും വരുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ യാഥാർത്ഥ്യം. ഈ മരിച്ച അമറിന്റെ ബന്ധു പറഞ്ഞതുപോലെ ഇനി ഒരാൾ ഇവിടെ മരിക്കുമ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകരടക്കം ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രതികരണം എടുത്ത് മടങ്ങുന്നതല്ലാതെ ഇതിനു വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ജീവന് സംരക്ഷണത്തിന് വേണ്ടിയിട്ടോ ഞങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടോ ഉള്ള നടപടികളൊന്നും തന്നെ ഇവിടെ എങ്ങും തന്നെ കാണുന്നില്ല എന്നുകൂടി വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടാണ് നാട്ടുകാരടക്കം ഇവിടെ സംസാരിക്കുന്നത്. എന്തായാലും ഇവിടെ ഇന്നിപ്പോൾ ഹർത്താലാണ്. 3 മുന്നണികളും ചേർന്നൊരു ഹർത്താൽ ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒപ്പം വനം വകുപ്പ് ഓഫീസിലേക്ക് BJP-യുടെ ഒരു മാർച്ചും അല്പസമയത്തിനുള്ളിൽ ഉണ്ടാകും. അവിടെ വനം മന്ത്രിയുടെ കോലം കത്തിച്ചുള്ള ഒരു പ്രതിഷേധത്തിലേക്കായിരിക്കും കടക്കുക. ഇനിയും ഇതിലൊരു പരിഹാരം ഉണ്ടാകില്ലെങ്കിൽ കനത്ത പ്രതിഷേധവുമായി തെരുവിലിറങ്ങാൻ തന്നെയാണ് നാട്ടുകാരും തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അമറിന്റെ ഖബറടക്കം പൂർത്തിയായി ഇവിടെ നിന്ന് ബന്ധുക്കളൊക്കെ മടങ്ങുകയാണ്. വളരെ വൈകാരികമായിട്ടുള്ള ഒരു നിമിഷവും ഒരു സന്ദർഭം തന്നെയായിരുന്നു ഈ കുടുംബത്തിലേത്. ഇന്നലെ വൈകുന്നേരം 4 മണിക്കായിരുന്നു അമറിനെ കാട്ടാന ചവിട്ടി കൊലപ്പെടുത്തിയത്. നാട്ടുകാരെല്ലാം ഓടിക്കൂടിയപ്പോഴേക്കും അമറിന്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. ഇതിൽ ഒരു പരിഹാരം ഉണ്ടാകാതെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അടക്കം വിട്ടു നൽകില്ല എന്ന വലിയ പ്രതിഷേധമായിരുന്നു നാട്ടുകാരും ഡീൻ കുര്യാക്കോസ് MP അടക്കമുള്ളവർ അവിടെ നടത്തിയത്. പിന്നീട് കളക്ടറുമായി നടത്തിയ ചർച്ചയിലാണ് ഇതിലുടൻ തന്നെ പരിഹാരം ഉണ്ടാക്കാമെന്ന് ഉറപ്പ് നൽകിയത്. ഈ ഉറപ്പിന് പിന്നാലെയാണ് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകിയത്. എന്തായാലും അല്പസമയം മുൻപാണ് അമറിന്റെ ഖബറടക്കം പൂർത്തിയായത്. ഇനി ഉടൻ ഇവിടെ ഫെൻസിംഗ് അല്ലെങ്കിൽ കിടങ്ങ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യും. ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നൊരു ഉറപ്പ് നൽകിക്കൊണ്ടാണ് മന്ത്രി ഇവിടെ നിന്ന് മടങ്ങിയത്. പക്ഷെ അപ്പോഴും ജനങ്ങൾ അതിൽ വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. കാരണം ഇതിനു മുൻപും ഈ 4 ആനകളാണ് ഇപ്പോൾ ഈ ഭാഗത്തേക്ക് ഇറങ്ങിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. എങ്ങനെയാണ് ഇത്രയും ദിവസമായിട്ടും അല്ലെങ്കിൽ ഈ 4 വർഷത്തിനുള്ളിൽ തന്നെ 4 ആനകൾ ഇവിടെ തമ്പടിക്കുന്നുണ്ട്. പലപ്പോഴും നാട്ടുകാരാണ് ഇതിനെ തിരുത്തുന്നത്. പക്ഷെ വീണ്ടും ഇങ്ങോട്ടേക്ക് ആനകൾ ഇറങ്ങുന്ന സാഹചര്യം വനം വകുപ്പിനെ പലതവണ അറിയിച്ചിട്ടും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്താൻ തയ്യാറായില്ല. അല്ലെങ്കിൽ അവർ പല ന്യായീകരണങ്ങളും പറഞ്ഞ് ഇവിടേക്ക് എത്താൻ ജീപ്പിന് പെട്രോൾ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും ആളുകളോട് ഇവർ മറുപടി നൽകുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വീണ്ടും സ്ഥിതി വഷളാവും, കൂടുതൽ ജീവനുകൾ നഷ്ടമാകും. അതുകൊണ്ട് ഇവിടെ സ്വസ്ഥമായി ജീവിക്കണമെങ്കിൽ ഈ ആനകളെ തിരുത്തിയേ മതിയാകൂ എന്ന കാര്യം മാത്രമാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാകാമെന്ന് തന്നെയാണ് സർക്കാർ പറയുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ കടുത്ത പ്രതിഷേധവുമായി തെരുവിലിറങ്ങാനാണ് പ്രദേശവാസികൾ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ഓരോ തവണയും ഇത്തരം ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ മാത്രം ജനപ്രതിനിധികളും മാധ്യമങ്ങളും അങ്ങോട്ടേക്ക് ശ്രദ്ധ കൊടുക്കുന്നു. ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന വലിയ ആക്ഷേപം. അത് ശരിയാണ് താനും. 1 മാസത്തിനിടെ നവമി പറഞ്ഞതുപോലെ 3 പേരാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. തേക്ക് പ്ലാന്റേഷനിൽ നിലയുറപ്പിച്ചിട്ടുള്ള കാട്ടാനകളെ അടിയന്തരമായി കാട് കയറ്റണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഈ വനം വകുപ്പ് ഞങ്ങളെ എങ്ങനെയും നാട്ടിൽ നിന്ന് കുടിയൊഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു 5-10 ഏക്കർ സ്ഥലമുള്ളൂ ഈ വനം. ഇതിലേക്ക് ആനേനെ കൊണ്ടുവന്ന് വിട്ടതാണ്. ആന, വന്യമൃഗങ്ങൾ, ഈ കിഴക്ക് പ്രദേശത്തൊക്കെ ജനങ്ങൾ കുടിയൊഴിഞ്ഞു പോയി. അപ്പോൾ അത് വനായിക്കൊണ്ടിരിക്കുക. ഇനി ഞങ്ങളെ ഇങ്ങനെ പയ്യെ മുത്തങ്ങാല ആര് വെടിവെക്കാൻ പറ്റുമല്ലോ, വെടിവെച്ചാൽ കേസാവും. അപ്പോൾ ഇങ്ങനെ കൊല്ലും. എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ് മരിച്ചു കിടക്കണം. ഞങ്ങളെ ഇവിടെ ഇട്ട് കൊല്ലും.
4 വാർഡേ ഉള്ളൂ. 4 വാർഡിൽ ആളെ വെടിവെച്ചല്ല, അതിനത്ര സ്ഥലം വേണ്ടല്ലോ. നിരത്തി നിർത്തി വെടിവെച്ച് കൊന്നു കളയുക. ഇവിടെ ഒരു കൃഷി ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരു സാധനം ഒരു മനുഷ്യന് 10 പൈസയുടെ പണിയില്ല. ഞങ്ങൾ ചുമ്മാ ഈ സാധാരണ മനുഷ്യരാ. എന്തെങ്കിലും കണ്ട മഞ്ഞളും പൂവയും നട്ട് ഒന്നും തരില്ല. കുരങ്ങ് വന്ന് തേങ്ങ തിന്നുന്നു. ഇങ്ങനെ ചെയ്യണം. ഇപ്പോൾ 1/2 കിലോമീറ്റർ അപ്പുറം ആനയെ കൊച്ചിനെ കൊന്നത്. ഈ ആന ഇവിടെ ഉണ്ട്. ഈ കമ്പി ഞങ്ങൾ വലിച്ചത്. ഇവിടുത്തെ ഫോറസ്റ്റുകാർ ഇതൊന്നും അറിഞ്ഞു. ഒരു ഫോറസ്റ്റുകാരെ ഞങ്ങളിവിടെ കണ്ടോ? ഇവർ വരിക, ശമ്പളം മേടിക്കുക, തിന്നുക, വീട്ടിൽ പോവുക. ഇതാണ് ഇവരുടെ പരിപാടി. ഈ വനത്തിലെ മൃഗങ്ങളും ഇവരും ഒരേ സ്വഭാവക്കാരാണ്. ജീവിക്കാൻ നിർവാഹമില്ലാത്തൊരു നാടായി ഇത് മാറി. ഞങ്ങളെയൊക്കെ കൊല്ലും. നിങ്ങൾ അടുത്ത തവണ വരുമ്പോൾ എന്നെ കിട്ടില്ല. എൻ്റെ ശവത്തിൻ്റെ പുറമെ നിന്ന് വേറെ ആളോട് ചോദിക്കേണ്ടി വരും. ഒന്നെങ്കിൽ ഇവിടെ നിയമം മാറ്റി എഴുതണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാവുന്ന അവസരം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും മാറ്റി താമസിപ്പിക്കണം. ഞങ്ങൾ ഞങ്ങളുടെ പിള്ളേരെ അങ്ങോട്ട് പോകാനാ. മുള്ളരിക്കോട് കാട്ടാന ആക്രമണത്തിൽ വനം വകുപ്പിനെ വിമർശിച്ച് ഡീൻ കുര്യാക്കോസ് MP. പ്രദേശത്ത് ഫെൻസിംഗിനായി MP ഫണ്ടിൽ നിന്ന് തുക അനുവദിച്ചിരുന്നു. പദ്ധതി നടപ്പാക്കാത്തത് വനം വകുപ്പാണെന്നും ഡീൻ കുര്യാക്കോസ് ആരോപിച്ചു. MP ഫണ്ട് നമ്മൾ നൽകിയതാണ്. ഇംപ്ലിമെന്റിംഗ് ഏജൻസി എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ്. അവരത് ചെയ്യാത്തതാണ്. ചർച്ച നടത്തിയാണ് നമ്മൾ സമരം അവസാനിപ്പിച്ചത്. അപ്പം അതിൻ്റെ ഭാഗമായി ഈ മേഖലയുടെ സമ്പൂർണമായ ഒരു സുരക്ഷ ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു ഉന്നതതല യോഗം അടിയന്തരമായി വിളിക്കേണ്ടതായിട്ടുണ്ട്. കാട്ടാന ആക്രമണം തടയാൻ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. RRT ടീമിനെ നിയോഗിക്കും. പ്രദേശത്ത് ഫെൻസിംഗ് സ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അമർ ഇലാഹിയുടെ കുടുംബത്തെ സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിലും ആ കുടുംബത്തോടും അമറിന്റെ മരണത്തിലും ദുഃഖം അറിയിക്കാനാണ് ഞാനിവിടെ വന്നത്. ഇത്തരം കാര്യങ്ങളെ കാണുന്ന സാഹചര്യത്തിൽ അനുബന്ധമായി ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കലാണല്ലോ ഏറ്റവും പ്രായോഗികമായി ചിന്തിക്കാവുന്ന ഏറ്റവും അടുത്ത മാർഗം. അത് ഒരു കുറവില്ലാതെ ചെയ്യാൻ കഴിയണമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ഞാനത് മുഖ്യമന്ത്രിയെയും വകുപ്പ് മന്ത്രിയെയും അത്തരം കാര്യങ്ങളെല്ലാം അറിയിക്കാനും കാര്യമായ ഇടപെടൽ നടത്താനും, പിന്നെ ഈ പ്രദേശത്തിന്റെ വിഷയത്തിൽ ഇടുക്കി പാക്കേജുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജില്ലയിൽ തന്നെയുള്ളൊരു വിഷയം എന്ന നിലയിൽ ഇതിന് കുറെ കൂടി സ്പീഡിൽ ചില പരിഹാര മാർഗം കണ്ടെത്തുന്നതിനുമാണ് എന്റെ മനസ്സിൽ കണ്ടത്. പ്രദേശം അറിയാവുന്ന വാച്ചർമാർക്ക് അക്കാര്യത്തിൽ കുറെ കൂടുതലായിട്ട് ഇടപെടാനായിട്ട് സാധിക്കും. അവർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് കണ്ടെത്താനായിട്ടും അറിയാനായിട്ടുള്ള അവസരങ്ങളുണ്ടാവും. അത്തരം ആൾക്കാരുടെ സേവനം കുറെ കൂടി ഇവിടെ പ്രയോജനപ്പെടുത്തേണ്ടത് അനിവാര്യമാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. മറ്റു വാർത്തകളിലേക്ക്. മലപ്പുറത്ത് വിദ്യാർത്ഥികളുമായി സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ട് ഒരു വിദ്യാർത്ഥിനി മരിച്ചു. മൊറയൂർ സ്വദേശിനി ഫാത്തിമയാണ് മരിച്ചത്. പുലർച്ചെ 4 മണിയോടെ വെളിയങ്കോട് ഫ്ലൈഓവറിലാണ് അപകടമുണ്ടായത്. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, ഇത് അപകടങ്ങളുടെ സമയമാണ്, എപ്പോഴും ആശങ്കപ്പെടുത്തുന്നതാണ്. ഈ കുട്ടികളുമായി പോയ ബസ് എങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടത്? ഇന്ന് രാവിലെ 4 മണിയോടെയാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഒഴുകൂർ പള്ളിമുക്ക് ഹയാത്തുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികളാണ് ഈ അപകടത്തിൽപ്പെട്ട വാഹനത്തിലുണ്ടായിരുന്നത്. അവർ വാഗമണ്ണിൽ നിന്നും വിനോദയാത്ര കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് പോരുകയായിരുന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമികമായിട്ട് പോലീസ് പറയുന്നത്. ഉറക്കത്തിൽ വാഹനം നിയന്ത്രണം തെറ്റി ഫ്ലൈ ഓവറിന്റെ ഒരു വശത്ത് ഇടിക്കാൻ പോയപ്പോൾ വാഹനം പെട്ടെന്ന് വലതുവശത്തേക്ക് വെട്ടിക്കുകയായിരുന്നു. അപ്പോൾ ബസിന്റെ ഇടതുവശത്ത് ഏറ്റവും പുറകുഭാഗത്തിരുന്ന സീറ്റിലിരുന്ന കുട്ടിയാണ് അപകടത്തിൽപ്പെട്ടത്. ഈ കുട്ടിയുടെ തല ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. കുട്ടിയെ അവിടെ വെച്ച് തന്നെ മരിക്കുകയും ചെയ്തു. മറ്റൊരു കുട്ടിക്ക് കൂടി അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ആ കുട്ടിയും ചികിത്സയിലാണ്. അപകടത്തിൽ മറ്റാർക്കും പരിക്കേറ്റിട്ടില്ല. ഈ ഡ്രൈവർ ഉറങ്ങിപ്പോകുന്നതാണ് അപകടത്തിന്റെ കാരണമെന്നാണ് പോലീസ് പ്രാഥമികമായിട്ട് പറയുന്നത്. ശരി, അനുമോദാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ഉണ്ടായിരുന്ന അപകടം വലിയ ആശങ്കയിലേക്കെല്ലാം എത്തിച്ചു. ഇന്നൊരു ആശ്വാസത്തിന്റെ ഒരു പകലിലേക്കാണ് നീങ്ങുന്നതെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം അതിൽ ആശാവഹമായ ഒരു പുരോഗതി ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് വിശദമായൊരു മെഡിക്കൽ ബുള്ളറ്റിൻ 10:30 ശേഷമുണ്ടാകും. ഡോക്ടർമാർ മാധ്യമങ്ങളോട് ഇത് സംബന്ധിയായ കാര്യങ്ങൾ സംസാരിക്കും. എന്തായാലും വെന്റിലേറ്റർ സഹായത്തോടുകൂടി തന്നെയാണ് ഉമാ തോമസ് തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്നത്. എങ്കിൽ കൂടിയും ഇന്നലെ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം അതിൽ ആരോഗ്യനിലയിലടക്കം നേരെ പുരോഗതി ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.
അവയവങ്ങളുടെ പ്രവർത്തനം ഒരു സാധാരണ നിലയിലേക്ക് വരുന്നു, BP സാധാരണ നിലയിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഇനിയിപ്പോൾ തലച്ചോറിനേറ്റ ക്ഷതങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പരിശോധനകളടക്കം ആവശ്യമാണ്. അവിടെയാണ് കൂടുതൽ ചികിത്സകളടക്കമുള്ള കാര്യങ്ങൾ വേണ്ടിവരുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നു. അപ്പോൾ ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ എന്താണ് ഒരു തുടർ ചികിത്സ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് മെഡിക്കൽ ബുള്ളറ്റിനും അതിനുശേഷം ഡോക്ടർമാരും വിശദീകരിക്കുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്നലെയും ആ രീതിയിൽ തന്നെയാണ് ഡോക്ടർമാർ അറിയിച്ചത്. 24 മണിക്കൂർ നിരീക്ഷണം ആശുപത്രിയിൽ അത് ഉണ്ടാകും. ഇതിനുശേഷമാണ് ഏത് രീതിയിലുള്ള ഒരു ചികിത്സയിലേക്ക് അടക്കമാണ് നീങ്ങുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ചികിത്സ നൽകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് അവർ പറഞ്ഞിരുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതും അത് തന്നെയാണ്. തലച്ചോറിനേറ്റ ക്ഷതം അത് എങ്ങനെ മറികടന്ന് മുന്നോട്ട് പോകുന്നു, അതിന് ഏത് രീതിയിലുള്ള ചികിത്സ ലഭ്യമാക്കുന്നു എന്ന്. മുൻ അമേരിക്കൻ പ്രസിഡന്റും നൊബേൽ സമ്മാന ജേതാവുമായ ജിമ്മി കാർട്ടർ അന്തരിച്ചു. 100 വയസ്സായിരുന്നു. 2023 ഫെബ്രുവരി മുതൽ ജോർജിയയിലെ തന്റെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു അദ്ദേഹം. മനു ഭരത്, ന്യൂസ് ഡെസ്കിൽ നിന്ന്. മനു, എപ്പോഴും മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിന്നിരുന്ന, സമാധാനത്തിനുള്ള നൊബേൽ അടക്കം വാങ്ങിയ ജിമ്മി കാർട്ടർ യാത്രയാവുമ്പോൾ അമേരിക്കയുടെ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? ശ്രീജ, ഏറ്റവും കാലം ജീവിച്ചിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് എന്ന ഒരു പദവി കൂടി ജിമ്മി കാർട്ടറിനുണ്ട്. 2002 അദ്ദേഹം നോബൽ സമ്മാനത്തിന് അർഹനായി. അദ്ദേഹം സമാധാനം ലോകത്ത് കൊണ്ടുവരുന്നതിന്, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധമൊക്കെ നടക്കുന്ന കാലത്ത് നമുക്ക് ഓർമ്മിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ ക്യാമ്പ് ഡേവിഡ് അക്കോർഡൊക്കെ. അന്ന് ഈജിപ്തും ഇസ്രായേലും തമ്മിൽ ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കുന്നതിന് മുൻപന്തിയിൽ നിന്ന ആൾ ജിമ്മി കാർട്ടറായിരുന്നു. അതോടൊപ്പം തന്നെ നൊബേൽ സമ്മാനം നൽകി അദ്ദേഹത്തെ ലോകം ആദരിച്ചു എന്നത് അദ്ദേഹത്തിൻ്റെ സമാധാനത്തോടുള്ള ഒരു പ്രതിബദ്ധത തന്നെ വ്യക്തമാക്കുന്നതാണ്. ഈ റിപ്പബ്ലിക്കൻസിന് ശക്തമായ ആധിപത്യമുള്ളൊരു കാലത്താണ് ഡെമോക്രാറ്റായ ജിമ്മി കാർട്ടർ അമേരിക്കയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് വരുന്നത്. അപ്പോൾ റിച്ചാർഡ് നിക്സണും അതുപോലെ ജെറാൾഡ് ഫോർഡിനും ഒക്കെ ഭരിച്ചതിന് ശേഷം ആണ് കാർട്ടർ ഇത്തരത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഇലക്ഷനായി മത്സരിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യുന്നത്. തുടർന്ന് അദ്ദേഹം ആ ഒരു കാലഘട്ടം വലിയ വെല്ലുവിളികൾ നിറഞ്ഞ കാലഘട്ടമായിരുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തൊഴിലില്ലായ്മ, അതുപോലെ തൊഴിലവസരങ്ങളുടെ വലിയ ആവശ്യം, പണപ്പെരുപ്പം, ഉയർന്ന പലിശ നിരക്ക് തുടങ്ങിയ ഒട്ടനവധി പ്രതിസന്ധികളെ അതിജീവിക്കാൻ കാർട്ടറിൻ്റെ അന്നത്തെ ഭരണകൂടത്തിന് കഴിഞ്ഞു എന്നത് വളരെ സുപ്രധാനമാണ്. ഒരു കർഷക കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. നാവിക അക്കാഡമിയിൽ നിന്നാണ് ബിരുദമെടുത്തത്. പിന്നീട് നാവിക ഉദ്യോഗസ്ഥനായി ജോലി ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം ജോർജിയയിലേക്ക് മടങ്ങിയെത്തുകയും അവിടെ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുകയും പിന്നീട് ജോർജിയയുടെ ഗവർണറായി മാറുകയും ഒക്കെ ചെയ്തു. തുടർന്ന് അദ്ദേഹം ഡെമോക്രാറ്റ് എന്ന നിലയിൽ തെരഞ്ഞെടുപ്പിന് നേരിട്ടു. അദ്ദേഹത്തെക്കുറിച്ച് ടെക്സാസിലുള്ളവരൊക്കെ ഓർക്കുന്ന, ഒരു പക്ഷേ റിപ്പബ്ലിക്കൻസിന് വലിയ സ്വാധീനമുള്ള ടെക്സസിൽ ജയിക്കാൻ കഴിഞ്ഞ അവസാനത്തെ അമേരിക്കൻ പ്രസിഡന്റ് കാർട്ടറാണ്. അതുപോലെ ഒട്ടനവധി സവിശേഷതകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ തൊഴിലില്ലായ്മയെ എതിർക്കുന്നതിന്, അതുപോലെ ധനക്കമ്മി നിയന്ത്രിക്കുന്നതിന്, പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിന്, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കുക, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം നമ്മൾ കണ്ടു. അന്താരാഷ്ട്ര തലത്തിൽ ഈ ക്യാമ്പ് ഡേവിഡ് അക്കോർഡുകൾ സൈൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് റഷ്യയുമായി ഈ SALT II അഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നതിൽ ഒക്കെ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. മാത്രവുമല്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ചില സുപ്രധാനമായ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷമാണ് കാർട്ടർ ആദ്യമായി ഇന്ത്യയിൽ എത്തുന്നത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം എത്തുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് കൂടിയാണ് കാർട്ടർ. ഇവിടെ നമ്മുടെ ഹരിയാനയിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് കാർട്ടർപുരി എന്നൊരു സ്ഥലമുണ്ട്. കാരണം കാർട്ടർ ഡൽഹിയിൽ വരുന്നു. അദ്ദേഹം ഈ ഹരിയാനയിലെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ പോകുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി കാർട്ടർപുരി എന്നൊരു സ്ഥലത്തിന് പേരിടുന്നു. മാത്രമല്ല, 2002 ജനുവരിയിൽ ജിമ്മി കാർട്ടർക്ക് ഇത്തരത്തിൽ നോബൽ സമ്മാനം നൽകുന്നൊരു ഘട്ടത്തിൽ ആ പ്രദേശത്ത് അത് പ്രാദേശിക അവധിയായി പ്രഖ്യാപിച്ച് ഇന്ത്യയിലെ ജനങ്ങൾ ആഘോഷിച്ചു എന്ന് പറയുമ്പോൾ അത്രമാത്രം അടുപ്പം ആ ഗ്രാമവും ജിമ്മി കാർട്ടറുമായി സൂക്ഷിച്ചിരുന്നു എന്നതാണ് അതിലെ ഏറ്റവും രസകരമായ ഒരു കാര്യമായി എല്ലാവരും ഓർക്കുന്നത്. മാത്രമല്ല, മൊറാർജി സർക്കാരുമായി അദ്ദേഹം ഡൽഹി ഡിക്ലറേഷൻ സൈൻ ചെയ്തു. ഇന്ത്യയുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുകയും ചെയ്തു. പിന്നീട് റൊണാൾഡ് റേഗൻ
നോട് മത്സരിച്ച് അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തു. ഏതായാലും മനുഷ്യത്വത്തിൻ്റെ വലിയ മുഖമായിരുന്നു. അതെൻ്റെ മകൻ പറഞ്ഞ വാക്ക് വളരെ വളരെ അന്വർത്ഥമാണ്. മൈ ഫാദർ വാസ് എ ഹീറോ എന്നാണ് ജിമ്മി കാർട്ടർ മകൻ അദ്ദേഹത്തെ അനുസ്മരിച്ചത്. അദ്ദേഹം ഒരു നായകനായിരുന്നു. ശരി, മനോഭരത്താണ് വിവരങ്ങൾ നൽകിയത്. അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും കാലം ജീവിച്ച പ്രസിഡന്റ് എന്ന ബഹുമതിയോടെയാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. അതേസമയം അന്തരിച്ച പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. ഡോക്ടർ സിംഗിനെ അനുസ്മരിക്കാൻ ചലച്ചിത്ര രംഗത്തെ പലരും ധൈര്യപ്പെട്ടില്ലെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനേത്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്താത്തതിൽ സിനിമാ ലോകത്തെ വിമർശിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെയായിരുന്നു പ്രതികരണം. ഡോക്ടർ മൻമോഹൻ സിംഗിനായി സംഗീത കച്ചേരി സമർപ്പിച്ച ദിൽജിത്ത് ദോസഞ്ചിനെ സുപ്രിയ അനുമോദിച്ചു. മനു തന്നെ വിവരങ്ങൾ നൽകും. മനു, അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മരണം നടന്ന ദിവസം തൊട്ട് തുടങ്ങിയതാണ് പലതരത്തിലുള്ള വിവാദങ്ങൾ. സംസ്കാര ചടങ്ങുകളെ ചൊല്ലി, സംസ്കരിക്കുന്ന സ്ഥലത്തെ ചൊല്ലി, ഒടുവിൽ അമിത്ഷായുടെ വാഹനവ്യൂഹം ആ മരണയാത്രയെ തടസ്സപ്പെടുത്തി, അങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങൾ. ഇപ്പോൾ ഇത് ഏറ്റവും ഒടുവിൽ സുപ്രിയ ശ്രീനേതിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് മറ്റൊരു തരത്തിലുള്ള വിമർശനം. ഇന്ത്യയിൽ മുൻ പ്രധാനമന്ത്രിയെ അനുസ്മരിക്കാൻ പോലും ധൈര്യം കാണിച്ചില്ല എന്നൊരു ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. എന്താണ് അതിന് അടിസ്ഥാനം? മൻമോഹൻ സിംഗ് വിവാദങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു നേതാവായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിതയിൽ അഗ്നി എരിയുമ്പോഴും പുകയുന്നത് വിവാദമാണ് എന്ന ഒരു വിമർശനം എല്ലാ കോണുകളിൽ നിന്നും ഉയർന്നു. കാരണം അത് തുടർച്ചയായ വിവാദങ്ങൾ. ഇപ്പോൾ സുപ്രിയ ശ്രീനേറ്റ് ഉന്നയിക്കുന്ന ഒരു പ്രധാന കാര്യം, ചലച്ചിത്ര രംഗത്ത് നിരവധി ഭീരുക്കളാണുള്ളത്. അവരാരും ഇതുപോലെ പ്രസക്തനായ ഒരു മുൻ പ്രധാനമന്ത്രിയുടെ വിയോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാനോ അനുസ്മരണം അറിയിക്കാനോ ഒന്നും മുന്നിൽ വന്ന് കണ്ടില്ല എന്ന് സുപ്രിയ പറയുന്നു. ഇത് പറയാനുള്ളൊരു പ്രത്യേക സവിശേഷമായ ഒരു സാഹചര്യം കൂടി ഉണ്ട്. അപ്പം ഈ ഗായകൻ ദിൽജിത്ത് ഗോഹട്ടിയിൽ നടന്ന ഒരു കച്ചേരി മൻമോഹൻ സിംഗിൻ്റെ പിന്നെ അനുസ്മരിച്ചുകൊണ്ട് ആണ് നടത്തിയത്. മൻമോഹൻ സിംഗ് നടത്തിയ വളരെ പ്രശസ്തമായ ചില വരികൾ അദ്ദേഹം അവിടെ ഉദ്ധരിച്ചു. പ്രത്യേകിച്ച് ഞാൻ നിശബ്ദനാണ് എന്ന് എല്ലാവരും മൻമോഹൻ സിംഗിനെ എല്ലാവരും പരിഹസിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ആ മൻമോഹൻ സിംഗ്, ഞാൻ നിശബ്ദനായിരിക്കാം, ഞാൻ പറയാത്ത ഉത്തരങ്ങൾക്കൊരു വലിയ പ്രത്യേകതയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അത് പല ചോദ്യങ്ങളുടെയും മാന്യത സംരക്ഷിക്കുന്നതിന് കാതലായി എന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ദിൽജിത്ത് തൻ്റെ ഗാനമേളയിൽ അവിടെ ഉദ്ധരിക്കുകയൊക്കെ ചെയ്തു. മാത്രമല്ല അദ്ദേഹം നൽകിയ സംഭാവനകളെ അനുസ്മരിക്കുകയും ഒക്കെ ചെയ്തു. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, ഈ നമ്മുടെ രാജ്യത്തിറങ്ങിയ നോട്ടിൽ ഒപ്പിട്ട ആദ്യത്തെ സിഖുകാരൻ മൻമോഹൻ സിംഗ് ആണ്. അങ്ങനെ ഒട്ടനവധി സവിശേഷതകൾ മൻമോഹൻ സിംഗിൻ്റെ ആ കച്ചേരിയിൽ എടുത്തു പറഞ്ഞു. ഇതിനെ പ്രശംസിച്ചുകൊണ്ടാണ് സുപ്രിയ ശ്രീനേറ്റ് രംഗത്ത് വന്നത്. ഇങ്ങനെ ഒരു ഗായകന് ഈ ഒരു ധൈര്യം ഉണ്ടായല്ലോ എന്നവർ പറഞ്ഞു. അതേസമയം ചലച്ചിത്ര ലോകത്ത് വലിയ നായകന്മാർ എന്ന് വിശേഷിപ്പിക്കുന്ന പല ആളുകൾക്കും അതിനുള്ള ധൈര്യമുണ്ടായില്ല. അവർ പിന്നണിയിലേക്ക് മാറുകയും ചെയ്തു. ഭീരുക്കളാണവർ എന്ന കവേർഡ്സ് എന്ന വാക്കാണ് സുപ്രിയ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവരെ ഉദ്ദേശിച്ച് പങ്കുവച്ചു. അതേസമയം മൻമോഹൻ സിംഗിൻ്റെ മരണത്തോടനുബന്ധിച്ചും പുറത്തു വന്ന മറ്റൊരു വിവാദം, പ്രണബ് മുഖർജിക്ക് സമാനമായ ആദരമൊന്നും കോൺഗ്രസ് നൽകിയില്ല എന്നതായിരുന്നു. പ്രണബ് മുഖർജിയുടെ മകൾ ശർമിഷ്ഠയാണ് ഈ ആരോപണം ഉന്നയിച്ചത്. പക്ഷേ അതിന് കോൺഗ്രസ് പറയുന്ന അന്ന് കനത്ത കോവിഡ് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഇതുപോലെ കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയില്ലായിരുന്നു എന്നതാണ്. ഏതായാലും പ്രണബ് മുഖർജിയോടും കടുത്ത ആദരവ് തന്നെയാണുള്ളത്. പ്രണബ് മുഖർജി അങ്ങനെ കോൺഗ്രസ് അപമാനിച്ചിട്ടില്ല എന്ന നിലപാട് അതിൻ്റെ മകൻ രംഗത്തെത്തിയിരിക്കുന്നു. അപ്പോൾ സഹോദരിയെ തള്ളി സഹോദരൻ രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം കുറേ കൂടി കോൺഗ്രസ് ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന TMCയിലേക്ക് പോയി പിന്നെ കോൺഗ്രസിലേക്ക് വരികയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു അഭിപ്രായ ഭിന്നതയുണ്ടായിരിക്കുന്നു. ഏതായാലും പ്രണബ് മുഖർജിയോട് ഒരു ആദരവും കാണിക്കാൻ കോൺഗ്രസിന് കഴിയില്ല എന്ന നിലപാട് കോൺഗ്രസും വ്യക്തമാക്കുന്നു. മൻമോഹൻ സിംഗ് വിവാദങ്ങളെല്ലാം മാറ്റി നിർത്തിയെങ്കിലും അദ്ദേഹം യാത്രയായെങ്കിലും വിവാദങ്ങൾ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തുടരുകയാണ്. മനുവാണ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സംയുക്ത കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത പഞ്ചാബ് ബന്ദ് തുടങ്ങി. 34 ദിവസമായി നിരാഹാര സമരം തുടരുന്ന ജഗ്ജിത് സിംഗ് ദലേവാളിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് സമരം. അവശ്യ സർവീസുകളെ ബന്ദിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സ്വകാര്യ ബസ്സുകളും ട്രക്കുകളും സർവീസ് നടത്തുന്നില്ല. ദേശീയപാതകൾ കർഷകർ ഉപരോധിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ട്രെയിൻ ഗതാഗതം സ്തംഭിപ്പിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് വന്ദേ ഭാരത് ഉൾപ്പെടെ 150 ട്രെയിനുകൾ റദ്ദാക്കി. സർവകലാശാല പരീക്ഷകളും മാറ്റിവെച്ചു. വയനാട് DCC ട്രഷററുടെയും മകന്റെയും മരണത്തിൽ പ്രതിഷേധത്തിനൊരുങ്ങി CPM. IC ബാലകൃഷ്ണൻ MLAയുടെ ഓഫീസിലേക്ക് ഇന്ന് CPMഉം DYFIയും മാർച്ച് നടത്തും. അതേസമയം
വ്യാജരേഖാ പ്രചാരണത്തിൽ IC ബാലകൃഷ്ണൻ MLA പോലീസിൽ പരാതി നൽകും. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഇത് കോൺഗ്രസിനകത്തെ തർക്കം എന്നതിൽ നിന്ന് പുറത്തേക്ക് മാറി വലിയൊരു രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്താൻ തന്നെയാണോ ഇപ്പോൾ CPM തീരുമാനിച്ചിട്ടുള്ളത്? എങ്ങനെയാണ് ഈ സംഭവത്തിൽ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്? വയനാട് രാഷ്ട്രീയത്തെ അങ്ങേയറ്റം കലുഷിതമാക്കുന്ന രീതിയിലുള്ള വിവാദങ്ങൾക്കാണ് തിരികൊളുത്തപ്പെട്ടിരിക്കുന്നത്. CPM ഇതിനകം തന്നെ വിഷയത്തിൽ പ്രസ്താവനകളുമായി രംഗത്തെത്തി. ഒപ്പം നേരിട്ടുള്ള പ്രതിഷേധത്തിനും ഇറങ്ങുകയാണ്. ഇന്ന് IC ബാലകൃഷ്ണന്റെ സുൽത്താൻ ബത്തേരിയിലെ ഓഫീസിലേക്ക് CPM പ്രവർത്തകർ അല്പസമയത്തിനകം മാർച്ച് നടത്തും. DYFIയും സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു. മറുവശത്ത് BJPയും ഇതിനകം തന്നെ IC ബാലകൃഷ്ണൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്നാണ് BJP ജില്ലാ നേതൃത്വവും വ്യക്തമാക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ തനിക്ക് യാതൊരു പിശകും പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ താൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന നിലപാടിലാണ് IC ബാലകൃഷ്ണൻ ഉറച്ചു നിൽക്കുന്നത്. NM വിജയനും ഒപ്പം പീറ്റർ എന്നയാളും തമ്മിൽ ഈ തൊഴിൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട് കൈക്കൂലി വാങ്ങിയതിൽ ഒരു കരാർ ഏർപ്പെട്ടിരുന്നു. ഈ 30 ലക്ഷം രൂപ നൽകിയതിൻ്റെ പ്രതിഫലമായി ഏതെങ്കിലും സഹകരണ ബാങ്കുകളിൽ, കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ ജോലി നൽകാം എന്ന കരാറിലായിരുന്നു ഒപ്പിട്ടത്. ഇത് IC ബാലകൃഷ്ണൻ MLAയുടെ കൂടെ നിർദ്ദേശാനുസരണമാണ് ഇത്തരത്തിലൊരു കരാർ ഏർപ്പെടുന്നതെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ തനിക്ക് ഇക്കാര്യത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല, അല്ലെങ്കിൽ ഇത്തരം ഒരു കരാർ തൻ്റെ പേര് കൂടി ഉൾപ്പെടുത്തി ചെയ്യുമ്പോൾ തന്നെ കൂടി അറിയിക്കേണ്ട ബാധ്യത ഉണ്ട് എന്നുമാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് പൂർണ്ണമായും ഒരു വ്യാജ കരാറാണ്, ഇതുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇന്ന് രാവിലെ അല്പസമയത്തിനകം ജില്ലാ പോലീസ് മേധാവിക്ക് ഈ കരാറിനെ കുറിച്ചുള്ള അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം പരാതി നൽകുകയാണ്. കോൺഗ്രസിലെ ചില ആഭ്യന്തര തർക്കങ്ങളും ഇതിന് പിന്നിലുണ്ട് എന്ന സൂചനകളും IC ബാലകൃഷ്ണൻ നൽകിയിരുന്നു. അതുകൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിനുള്ളിലും ചില പൊട്ടിത്തെറികൾ ഈ വിവാദം ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. ഈ മരിച്ച NM വിജയൻ്റെ മകൻ രാവിലെ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് അവസാന നിമിഷം അദ്ദേഹം ആ തീരുമാനം മാറ്റുകയായിരുന്നു. ഒരു പക്ഷേ ഇന്ന് തന്നെ ഉച്ചതിരിഞ്ഞോ മറ്റോ മാധ്യമങ്ങളെ കാണുന്നതിനുള്ള സാധ്യതയുണ്ട്. ഏതായാലും കുടുംബം എന്താണ് ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്നത് തന്നെയാണ് കോൺഗ്രസ് വൃത്തങ്ങളും ഉറ്റുനോക്കുന്നത്. കാരണം ഈ സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെങ്കിൽ ആ സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം അത് എത്തിപ്പെടുക ഈ നിയമന വിവാദവുമായി ബന്ധപ്പെട്ടാണ്. ജില്ലയിൽ കോൺഗ്രസ് നേതാക്കൾ അറിഞ്ഞു തന്നെയാണ് NM വിജയൻ ഈ പണം വാങ്ങിയതെന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് വരും ദിനങ്ങളിൽ വലിയ ചർച്ചകൾ തന്നെ, വലിയ വിവാദങ്ങൾ തന്നെയാവും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാവുക. അല്പസമയത്തിനകം CPM പ്രവർത്തകർ IC ബാലകൃഷ്ണന്റെ സുൽത്താൻ ബത്തേരിയിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തും. അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്. സ്പാഡെക്സിലൂടെ ചരിത്രമെഴുതാൻ തയ്യാറെടുത്ത ISRO 2 കൃത്രിമ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിച്ചേർക്കുന്ന അതിസങ്കീർണ ഡോക്കിംഗ് പരീക്ഷണം നടത്തുകയാണ് ഇതിലൂടെ ISRO. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ ഇന്ന് രാത്രി 9:58 വിക്ഷേപണം. സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് അഥവാ സ്പാഡെക്സ് 2 കൃത്രിമ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വച്ച് കൂട്ടിച്ചേർക്കുന്ന അതിസങ്കീർണ ഡോക്കിംഗ് പരീക്ഷണം ഇന്ന് രാത്രി 9:58 2 പേടകങ്ങളെയും വഹിച്ച് PSLV C-60 വിക്ഷേപണ വാഹനം സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിജയകരമായി പറന്നുയർന്നാൽ ISRO പുതുചരിത്രം കുറിക്കും. ഭാവി ചാന്ദ്രദൗത്യങ്ങളിലും ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ നിർമ്മാണത്തിനും അനിവാര്യമായ സാങ്കേതിക വിദ്യയായ ഡോക്കിങ്ങിന്റെ ചരിത്ര പരീക്ഷണമാണ് സ്പാഡെക്സ് ദൗത്യം. PSLV C-60 റോക്കറ്റ് വിക്ഷേപിക്കുന്ന 2 കൃത്രിമ ഉപഗ്രഹങ്ങളെ 470 കിലോമീറ്റർ ഉയരത്തിലുള്ള സർക്കുലർ ലോ എർത്ത് ഓർബിറ്റിൽ വച്ച് കൂട്ടിച്ചേർക്കുകയാണ് ഇസ്രോയുടെ ലക്ഷ്യം. SDX-01 ചേസർ, SDX-02 ടാർഗറ്റ് എന്നിങ്ങനെയാണ് ഈ ഉപഗ്രഹങ്ങളുടെ പേര്. ഓരോ ഉപഗ്രഹങ്ങൾക്കും 220 കിലോഗ്രാം വീതമാണ് ഭാരം. ഒറ്റ വിക്ഷേപണത്തിന് ശേഷം വേർപെടുന്ന ഈ പേടകങ്ങൾ തമ്മിലുള്ള അകലം 5 കിലോമീറ്റർ, 1.5 കിലോമീറ്റർ, 500 മീറ്റർ, 15 മീറ്റർ, 3 മീറ്റർ എന്നിങ്ങനെ പതിയെ കുറച്ചു കൊണ്ടുവന്നാണ് ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുക. സ്പാഡെക്സ് ദൗത്യം 66 ദിവസം നീണ്ടു നിൽക്കും. 2 വർഷമാണ് ഈ ഉപഗ്രഹങ്ങളുടെ ആയുസ്. സ്പാഡെക്സ് പരീക്ഷണം വിജയമായാൽ അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ബഹിരാകാശ ഡോക്കിംഗ് സാങ്കേതിക വിദ്യയുള്ള 4ാമത്തെ മാത്രം രാജ്യമായി ഇന്ത്യ മാറും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് ഇന്ന് സമാപനമാകും. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിനിധി സമ്മേളനത്തിലടക്കം രൂക്ഷമായ വിമർശനമാണ് ജില്ലാ സംസ്ഥാന നേതാക്കൾക്കെതിരെ ഉയർന്നത്. രാവിലെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗത്തിൽ സെക്രട്ടറി സ്ഥാനത്തേക്കും ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടക്കും. 3 ടൈം പൂർത്തിയാക്കിയ KP ഉദയഭാനു
സെക്രട്ടറി സ്ഥാനം ഒഴിയുന്നതോടെ ആരാകുമെന്നതിൽ തീരുമാനമാകും. മുൻ റാന്നി MLA രാജു അബ്രാമിൻ്റെ പേരാണ് സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രതിനിധി ചർച്ചയിൽ വിവിധ വിഷയങ്ങളിൽ രൂക്ഷമായ വിമർശനമുയർന്നു. ADMന്റെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റികളെ ഒന്നിച്ചു കൊണ്ടുപോകാൻ സംസ്ഥാന കമ്മിറ്റിക്ക് കഴിഞ്ഞില്ലെന്ന വിമർശനവുമുണ്ടായി. മുഖ്യമന്ത്രി മാധ്യമങ്ങളെ അഭിമുഖീകരിക്കണമെന്ന് ചർച്ചയിൽ ആവശ്യമുണ്ടായി. പാർട്ടിയെ നയിക്കേണ്ടവർ ക്രിമിനലുകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് പരിശോധിക്കേണ്ടി വരുമെന്ന് കൊട്ടേഷൻ സംഘങ്ങളുമായുള്ള ബന്ധത്തെ പരോക്ഷമായി സൂചിപ്പിച്ചും വിമർശനമുണ്ടായി. ജില്ലാ സംസ്ഥാന നേതാക്കൾക്കെതിരെയും പേരെടുത്ത് പറഞ്ഞ് പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഘടനാ ചുമതലകൾ ജില്ലാ ഭാരവാഹികൾ കൃത്യമായി നിർവഹിച്ചില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ആക്ഷേപിച്ചു. ഇക്കാര്യം സംസ്ഥാന കമ്മിറ്റിയുടെ പരിശോധനയിൽ വ്യക്തമായെന്നും പ്രതിനിധി സമ്മേളനത്തിന് ശേഷം മറുപടി പ്രസംഗത്തിൽ MB ഗോവിന്ദൻ പറഞ്ഞു. അതിനിടെ പാർട്ടിയുടെയും ബഹുജന സംഘടനകളുടെയും നേതൃസ്ഥാനത്ത് കൂടുതലും അടൂരിൽ നിന്നുള്ളവരാണെന്ന് ചൂണ്ടിക്കാട്ടി ഒരു വിഭാഗം സമ്മേളനത്തിൽ പ്രതിഷേധിച്ചു. പ്രസിഡന്റ് ഇടപെട്ടാണ് പിന്നീട് രംഗം ശാന്തമാക്കിയത്. ന്യൂസ് 18 പത്തനംതിട്ട. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത CPM മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയെ ഇന്ന് അറസ്റ്റ് ചെയ്യാൻ സാധ്യത. BJPയിലേക്ക് പോയ മധു മുല്ലശ്ശേരിക്കെതിരെ കഴിഞ്ഞ ദിവസമാണ് മംഗലപുരം പോലീസ് കേസെടുത്തത്. തട്ടിപ്പ്, വിശ്വാസവഞ്ചന എന്നീ കുറ്റങ്ങൾക്കുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. CPM നൽകിയ പരാതിയിലാണ് കേസ്. ഏരിയ സമ്മേളനത്തിന്റെ നടത്തിപ്പിനായി പിരിച്ച ലക്ഷക്കണക്കിന് രൂപ തിരികെ നൽകിയില്ലെന്നാണ് പരാതി. കോഴിക്കോട് ചേളന്നൂർ പോഴിക്കാവിൽ ദേശീയപാതാ നിർമ്മാണത്തിനായി കുന്നിടിച്ച് മണ്ണെടുപ്പ് നടത്തുന്ന പ്രദേശം ഇന്ന് ഉദ്യോഗസ്ഥ സംഘം പരിശോധിക്കും. തഹസീൽദാരും ജിയോളജിസ്റ്റുകളും അടങ്ങുന്ന സംഘമാവും പരിശോധനയ്ക്കെത്തുക. കുന്നിടിക്കൽ അശാസ്ത്രീയമായാണോ എന്നതിൽ പരിശോധന നടക്കും. ഇന്നലെ മണ്ണെടുപ്പിനെതിരെ നാട്ടുകാർ നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. നിരവധി പേർക്കാണ് പരിക്ക് പറ്റിയത്. നിലവിൽ മണ്ണെടുപ്പ് നിർത്തിവച്ചിരിക്കുകയാണ്. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ ആദ്യ ഔദ്യോഗിക സന്ദർശനത്തെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ. വഖഫ് നിലപാട് മൂലം പ്രതിസന്ധി നേരിടുന്ന മുനമ്പത്തെ ജനങ്ങളെ നേരിട്ട് കാണാനാണ് കമ്മീഷൻ എത്തുന്നത്. ജനുവരി 4-നാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ ആദ്യ സന്ദർശനം. കമ്മീഷനെ നിയമിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ടേംസ് ഓഫ് റെഫറൻസ് നിശ്ചയിച്ചിട്ടും ഇതുവരെയും കമ്മീഷൻ നേരിട്ട് മുനമ്പത്തെത്തിയിരുന്നില്ല. ഇതിനിടെ കമ്മീഷനെ കാണാൻ മുനമ്പത്തെ ഭൂസംരക്ഷണ സമിതി അംഗങ്ങൾ എത്തുകയും തങ്ങളുടെ പക്കലുള്ള രേഖകൾ കൈമാറുകയും ചെയ്തിരുന്നു. മുനമ്പത്ത് നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ കമ്മീഷൻ ഓഫീസിലുള്ളവരും എത്തിയിരുന്നു. ജനുവരി 4 രാവിലെ 10 മണിക്കാണ് കമ്മീഷൻ മുനമ്പത്തെത്തുക. പ്രതീക്ഷയോടെയാണ് സന്ദർശനത്തെ കാണുന്നതെന്ന് സമരസമിതി. 2025 ജാനുവരി 13 വരുമ്പോൾ 3 വർഷമാകാൻ പോകുന്നു. 3 വർഷമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ റവന്യൂവകാശം നഷ്ടപ്പെട്ടിട്ട് ഇത്രയും നാളുകളായി ഞങ്ങളുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഞങ്ങൾ വലിയ പ്രയാസത്തിലാണ്. മുഖ്യമന്ത്രിയായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടു. തൊട്ടടുത്ത ദിവസം 4-ാം തീയതി കമ്മീഷൻ വരുന്നുണ്ട്. ആ കമ്മീഷനിലാണ് ഞങ്ങളുടെ വിശ്വാസം. ആ കമ്മീഷൻ 4-ാം തീയതി വന്ന് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം കേൾക്കും. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് അനുകൂലമായ നിലപാട് ഉണ്ടാവും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇതിനിടയിലും സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുകയാണ് സമരസമിതി. ജനുവരി 5-ന് വൈപ്പിൻ മുതൽ മുനമ്പം വരെ 30 കിലോമീറ്റർ ദൂരത്തിൽ മനുഷ്യച്ചങ്ങല തീർക്കും. വരാപ്പുഴ രൂപത BCCയുടെ നേതൃത്വത്തിൽ വൈപ്പിൻ മുതൽ നമ്മുടെ ഇവിടെ മുനമ്പം സമരപ്പന്തൽ വരെയാണ് നമ്മൾ ഈ മനുഷ്യച്ചങ്ങല നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അത് വരുന്ന ഞായറാഴ്ച 5-ാം തീയതി, ജനുവരി 5-ാം തീയതി വൈകിട്ട് 3 മണി കഴിഞ്ഞാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏകദേശം 10-20,000 പേരെടുത്ത് നമുക്കതിൽ പങ്കെടുക്കുന്നതായിരിക്കും. വഖഫ് നടപടി നേരിടുന്ന പ്രദേശത്തെ ജനങ്ങളെ നേരിട്ട് കാണാനും വസ്തുതകൾ പരിശോധിക്കുന്നതിനുമാണ് കമ്മീഷൻ എത്തുന്നത്. ന്യൂസ് 18 കൊച്ചി. ഒരിടവേള കൂടി. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ഉണ്ടായിരുന്ന അപകടം വലിയ ആശങ്കയിലേക്കെല്ലാം എത്തിച്ചു. ഇന്നൊരു ആശ്വാസത്തിൻ്റെ ഒരു പകലിലേക്കാണ് നീങ്ങുന്നതെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം അതിൽ ആശാവഹമായ ഒരു പുരോഗതി ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് വിശദമായൊരു മെഡിക്കൽ ബുള്ളറ്റിൻ 10:30 ശേഷമുണ്ടാകും. ഡോക്ടർമാർ മാധ്യമങ്ങളോട് ഇത് സംബന്ധിയായ കാര്യങ്ങൾ സംസാരിക്കും. എന്തായാലും വെന്റിലേറ്റർ സഹായത്തോടു കൂടി തന്നെയാണ് ഉമാ തോമസ് തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്നത്. എങ്കിൽ കൂടിയും ഇന്നലെ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം അതിൽ ആരോഗ്യനിലയിലടക്കം നേരെ പുരോഗതി ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.
അവയവങ്ങളുടെ പ്രവർത്തനം ഒരു സാധാരണ നിലയിലേക്ക് വരുന്നു, BP സാധാരണ നിലയിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഇനിയിപ്പോൾ തലച്ചോറിനേറ്റ ക്ഷതങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പരിശോധനകളടക്കം ആവശ്യമാണ്. അവിടെയാണ് കൂടുതൽ ചികിത്സകളടക്കമുള്ള കാര്യങ്ങൾ വേണ്ടിവരുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ എന്താണ് ഒരു തുടർ ചികിത്സ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് മെഡിക്കൽ ബുള്ളറ്റിനും അതിനുശേഷം ഡോക്ടർമാരും വിശദീകരിക്കുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്നലെയും ആ രീതിയിൽ തന്നെയാണ് ഡോക്ടർമാർ അറിയിച്ചത്. 24 മണിക്കൂർ നിരീക്ഷണം ആശുപത്രിയിൽ അത് ഉണ്ടാകും. ഇതിനുശേഷമാണ് ഏത് രീതിയിലുള്ള ഒരു ചികിത്സയിലേക്ക് മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠര രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും. തുടർന്ന് തീർത്ഥാടകരെ ദർശനത്തിനായി അനുവദിക്കും. ജനുവരി 14-നാണ് മകരവിളക്ക് മഹോത്സവം. വൈകിട്ട് 5-ന് ശബരിമല നട തുറക്കുന്നതോടെ മകരവിളക്കുത്സവത്തിനുള്ള തീർത്ഥാടനം ആരംഭിക്കും. തന്ത്രി കണ്ഠര രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ശ്രീകോവിലിൽ ദീപങ്ങൾ തെളിയിക്കും. തുടർന്ന് തിരുമുറ്റത്തെ ആഴിയിലും അഗ്നി പകരും. ഇതോടെ തീർത്ഥാടകർക്ക് 18-ാം പടി ചവിട്ടാം. ജനുവരി 12-ന് ഉച്ചയ്ക്ക് ശേഷം പന്തളം രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ മകരസംക്രമ പൂജയ്ക്ക് അയ്യപ്പന് ചാർത്തുന്ന തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്നും പുറപ്പെടും. മകരസംക്രമ നാളായ ജനുവരി 14-ന് വൈകിട്ട് 6 മണിയോടെ തിരുവാഭരണ പേടകങ്ങളും വഹിച്ചുള്ള ഘോഷയാത്ര സന്നിധാനത്തെത്തും. തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഘോഷയാത്രയെ സ്വീകരിച്ച് തിരുവാഭരണ പേടകം ഏറ്റുവാങ്ങും. ശേഷം തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയും നടക്കും. തീർത്ഥാടകരുടെ തിരക്ക് പരിഗണിച്ച് പമ്പയിൽ സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകളുടെ എണ്ണവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിലവിലുള്ള 7 കൗണ്ടറുകൾ പിന്നീട് തിരക്ക് പരിഗണിച്ച് 10 കൗണ്ടറുകളായി ഉയർത്തും. 60 വയസ്സ് പൂർത്തിയായവർക്ക് പ്രത്യേക കൗണ്ടറും തുറക്കും. ന്യൂസ് 18 പത്തനംതിട്ട. 92ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കമായി. തീർത്ഥാടന വേദിയിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി ദീപം തെളിയിച്ചു. മന്ത്രി MB രാജേഷ് തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സമ്മേളനം മന്ത്രി V ശിവൻകുട്ടിയും ശാസ്ത്ര സാങ്കേതിക സമ്മേളനം മന്ത്രി KN ബാലഗോപാലും ഉദ്ഘാടനം ചെയ്യും. തീർത്ഥാടന ഘോഷയാത്രാ സമ്മേളനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. 3 ദിവസങ്ങളിലായാണ് സമ്മേളനം നടക്കുന്നത്. സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന ഹർജി റിയാദ് കോടതി ഇന്ന് പരിഗണിക്കും. മോചന ഉത്തരവാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 3 തവണയും കേസ് മാറ്റിവെച്ചിരുന്നു. മരിച്ച സൗദി ബാലന്റെ കുടുംബം ആവശ്യപ്പെട്ട ദിയാധനം നൽകിയതിനെ തുടർന്ന് ജൂലൈ 2-നാണ് വധശിക്ഷ കോടതി റദ്ദാക്കിയത്. അറിവിനും വിദ്യ നേടുന്നതിനുമൊന്നും പ്രായം തടസ്സമാകില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ആലപ്പുഴ പുന്നപ്ര സ്വദേശിയായ 64-കാരി പത്മിനി. 10ാം ക്ലാസ് തുല്യതാ പരീക്ഷയിൽ 3 വിഷയങ്ങൾക്ക് A+ നേടി ഏറ്റവും കൂടുതൽ പ്രായമുള്ള പഠിതാവായി മാറിയിരിക്കുകയാണ് ഈ മുത്തശ്ശി. പുന്നപ്ര സ്വദേശി പത്മിനിയാണ് പ്രായത്തെ അതിജീവിച്ച് 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയത്. 6ാം ക്ലാസ് വരെ മാത്രം പഠിച്ച പത്മിനിയുടെ 2 പെൺമക്കളും ഉന്നത വിദ്യാഭ്യാസമുള്ളവർ. അയർലൻഡിൽ BSc നഴ്സും മറ്റൊരാൾ ദുബൈയിൽ കമ്പനിയിൽ ഉദ്യോഗസ്ഥയുമാണ്. കുടുംബശ്രീ പ്രവർത്തകയായ പത്മിനി ബാങ്കിലും മറ്റ് സർക്കാർ ഓഫീസുകളിലും ഭയപ്പാടോടുകൂടിയാണ് വിദ്യാഭ്യാസത്തിന് കുറവ് മൂലം പോയിരുന്നത്. ഇങ്ങനെ മനസ്സ് വേദനിച്ചതോടെയാണ് 63-ാം വയസ്സിൽ അമ്പലപ്പുഴ KK കുഞ്ഞുപിള്ള മെമ്മോറിയൽ സ്കൂളിൽ 7ാം തരം തുല്യതാ പഠനത്തിന് ചേർന്നത്. ഞാൻ 6ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. എൻ്റെ പഠിത്തത്തിനോടുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പിന്നീടും KK കുഞ്ഞുപിള്ള സ്കൂളിൽ 7ാം ക്ലാസ് തുല്യത പരീക്ഷയിൽ പഠിക്കാനായിട്ട് ചെന്നു. അവിടെ ചെന്ന് 63 വയസ്സിൽ ഞാൻ 7ാം ക്ലാസ് പരീക്ഷ പൂർത്തിയായി. പിന്നെ 24 ഒക്ടോബറിൽ 10ാം ക്ലാസ്സിലെ പരീക്ഷയും എഴുതി നല്ല വിജയത്തോടുകൂടെ പാസ്സായി. 10 മാസം നീണ്ടുനിന്ന ഈ പഠനത്തിൽ മികച്ച വിജയം ലഭിച്ചിരുന്നു. തുടർന്ന് കഴിഞ്ഞ ഒക്ടോബറിലാണ് 10ാം തരം തുല്യതാ പരീക്ഷ എഴുതിയത്. 76 പേരായിരുന്നു ഇവിടെ 10ാം തരം പഠിച്ചത്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രായം പത്മിനിക്കായിരുന്നു. പരീക്ഷയിൽ ഈ മുത്തശ്ശിക്ക് കെമിസ്ട്രി, ബയോളജി, ഗണിതം എന്നീ വിഷയങ്ങളിൽ A+ഉം മറ്റ് വിഷയങ്ങളിൽ A-B ഗ്രേഡുകളും ലഭിച്ചു. സ്കൂളിൽ ഗവൺമെന്റ് അവധി ദിവസവും എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ഒറ്റ ക്ലാസ് പോലും മുടങ്ങേണ്ടി വന്നിട്ടില്ല. എല്ലാ ക്ലാസ്സിലും പോകുമായിരുന്നു. അത് കാരണം ഇത്രയും മാർക്ക് മേടിക്കാൻ പറ്റിയതിലും ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകർക്കും ഏറ്റവും വലിയ ഞങ്ങളുടെ പ്രകാശ് സാറിനും
നൂറ് നന്ദി. എല്ലാ ഞായറാഴ്ചയും സർക്കാർ അവധി ദിവസങ്ങളിലും നടന്ന ക്ലാസുകൾ ഒരു ദിവസം പോലും പത്മിനി എത്താതിരുന്നിട്ടില്ല. തന്റെ ഈ വിജയത്തിന് കടപ്പെട്ടിരിക്കുന്നത് അധ്യാപകൻ പ്രകാശിനോടും പിന്നെ തന്നെ ഇതിനായി അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിച്ച ഭർത്താവിനോടും മക്കളോടുമാണെന്ന് പത്മിനി പറയുന്നു. ഉറക്കമുളച്ച് പഠിച്ചതിന്റെ പ്രയോജനം ഫലം വന്നപ്പോൾ ഉണ്ടായി. ഇനി +2 ഡിഗ്രിയും എഴുതിയെടുത്ത് കഴിയുന്നത്ര പഠിക്കാനുള്ള ആഗ്രഹത്തിലാണ് പത്മിനി എന്ന ഈ മുത്തശ്ശി. ന്യൂസ് 18 ആലപ്പുഴ. പുനലൂരിലെ സുഭിക്ഷ ഹോട്ടൽ അടച്ചുപൂട്ടി. ന്യായവിലയ്ക്ക് ഉച്ചയൂണ് നൽകാനായി പൊതുവിതരണ വകുപ്പ് കുടുംബശ്രീയുടെ സഹായത്തോടെ ആരംഭിച്ച ഹോട്ടലാണ് കടബാധ്യതയെ തുടർന്ന് അടച്ചുപൂട്ടിയത്. സർക്കാർ പണം നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. TB ജംഗ്ഷനിൽ ടൂറിസം വകുപ്പിന്റെ കെട്ടിടം വാടകയ്ക്കെടുത്താണ് ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നത്. 20 രൂപ നൽകിയാൽ ഉച്ചയൂണ് ലഭിക്കുമായിരുന്നു. നല്ല നിലയിലായിരുന്നു പ്രവർത്തനം. വാടക ഇനത്തിൽ DTPCയുമായുള്ള തർക്കവും നടത്തിപ്പുകാർക്കുള്ള സർക്കാർ ഗ്രാന്റ് മുടങ്ങിയതുമാണ് ഹോട്ടൽ പൂട്ടാനിടയാക്കിയത്. വളരെ നല്ല നിലയിൽ സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക് ഒക്കെ ആഹാരം, ഉച്ചഭക്ഷണമൊക്കെ ലഭിച്ചുകൊണ്ടിരുന്ന ഒരു വൃത്തിയുള്ള ഒരു സ്ഥാപനമായിരുന്നു അത്. ആ നിലയിൽ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഇതിനെ നോക്കിക്കണ്ടത്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായി എന്നുള്ളതല്ല, 50% പോലും ലഭിക്കാത്തതിൻ്റെ പേരിലാണ് ഇത് കൂട്ടി അടച്ചു പോകേണ്ടെന്നൊരു സ്ഥിതിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. സമയത്തിന് സർക്കാർ ഗ്രാന്റ് കിട്ടാത്തത് കാരണം നടത്തിപ്പുകാർക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായി. വൈദ്യുതി, വെള്ളം എന്നീ ഇനത്തിൽ വൻ തുക കുടിശ്ശികയായി. DTPCയാണ് വൈദ്യുതി ചാർജ് കൊടുക്കേണ്ടത്. പൊതുവിതരണ വകുപ്പ് അധികൃതരാകട്ടെ ഹോട്ടൽ നടത്തിക്കൊണ്ടുപോകുന്നതിന് കാര്യമായി ഇടപെടുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. ശബരിമല സീസണിൽ തീർത്ഥാടകരുടെ ഇടത്താവളമായ TB ജംഗ്ഷനിൽ ന്യായവിലക്ക് ഭക്ഷണം ലഭിച്ചിരുന്ന ഹോട്ടൽ പൂട്ടിയത് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. ന്യൂസ് 18 പുനലൂർ. അച്ഛനും മകളും ഒരേ ക്യാൻവാസിൽ വരച്ചിരിക്കുന്ന ചിത്രങ്ങളുടെ കൗതുക കാഴ്ചകളുമായി തിരുവനന്തപുരം ശാസ്തമംഗലത്ത് ചിത്രപ്രദർശനം. ഹാർമണി ഓഫ് കളേഴ്സ് എന്ന പ്രദർശനത്തിൽ ബാലചിത്രകാരി അഭിരാമിയുടെയും അച്ഛൻ ശാന്തകുമാറിന്റെയും വിസ്മയിപ്പിക്കുന്ന കലാവിരുതാണ് ഇടം പിടിച്ചത്. PSCയിലെ സെക്ഷൻ ഓഫീസറായ ശാന്തകുമാറിന്റെയും മകളും 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ അഭിരാമിയുടെയും വിരൽത്തുമ്പിൽ വിരിഞ്ഞതാണ് ഈ മനോഹര ദൃശ്യങ്ങൾ. അഭയാർത്ഥി നോവിന്റെ നീറുന്ന ഓർമ്മകൾ ഉണർത്തുന്ന സിറിയൻ ബാലൻ അലൻ കുർദിയുടെ ചിത്രം ഉൾപ്പെടെ അഭിരാമിയുടെ കലാസൃഷ്ടികളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ശാന്തകുമാറിന്റെ ചിത്രങ്ങളിൽ ഏറിയ പങ്കും പുഴകളും അവയുടെ തീരത്തെ വൃക്ഷക്കൂട്ടങ്ങളുമാണ്. കോവിഡ് സമയം കഴിഞ്ഞിട്ടാണ് അക്രിലിക് മീഡിയം പെയിന്റ് വെച്ച് തുടങ്ങി, ചാർക്കോൾ വരയ്ക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ പടങ്ങൾ എനിക്കൊരു ചാലഞ്ചിങ് ആയിട്ട് തോന്നുന്ന പടങ്ങളെല്ലാം ഞാൻ വരയ്ക്കാൻ ശ്രമിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഈ കുറേ പടങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സിബിഷനായിട്ട് അങ്ങനത്തെ ചാർക്കോൾ വർക്കുകളും അക്രിലിക് വർക്കുകളൊക്കെയാണ് കൂടുതലുള്ളത്. മനുഷ്യരുടെ വ്യത്യസ്ത ഭാവങ്ങളുടെ പകർന്നാട്ടമാണ് അഭിരാമിയുടെ ചിത്രങ്ങളിൽ നിറയുന്നത്. അക്രിലിക്കും ചാർക്കോളും ഉപയോഗിച്ച് ക്യാൻവാസിൽ തീർത്തവയാണ് ഇവയിൽ ഏറെയും. PSC ചെയർമാൻ ഡോക്ടർ MR ബൈജുവാണ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. ന്യൂസ് 18 തിരുവനന്തപുരം. മെൽബൺ ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക്. ഓസ്ട്രേലിയ ഉയർത്തിയ 340 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ 3 വിക്കറ്റ് നഷ്ടമായെങ്കിലും യശസ്വി ജയ്സ്വാളും ഋഷഭ് പന്തും ഇന്ത്യയെ മത്സരത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. ഇടവേളയ്ക്ക് പിരിയുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 112 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ. 63 റൺസുമായി യശസ്വിയും 28 റൺസുമായി പന്തുമാണ് ക്രീസിൽ. സന്തോഷ് ട്രോഫി ഫൈനലിൽ കേരളം നാളെ ബംഗാളിനെ നേരിടും. ഇന്നലെ നടന്ന സെമി പോരാട്ടത്തിൽ കേരളം മണിപ്പൂരിനെ 1-5 ഗോളിന് തോൽപ്പിച്ചിരുന്നു. മുഹമ്മദ് റോഷ്ലിൻ ഹാട്രിക് നേടി. ഇത് 16ാം തവണയാണ് കേരളം ഫൈനലിലെത്തുന്നത്. വാർത്താരംഭം പൂർണ്ണമാവുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സുമായി KP അഭിലാഷ്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ഉണ്ടായിരുന്ന അപകടം വലിയ ആശങ്കയിലേക്കെല്ലാം എത്തിച്ചു. ഇന്നൊരു ആശ്വാസത്തിൻ്റെ ഒരു
പകലിലേക്കാണ് നീങ്ങുന്നതെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം അതിൽ ആശാവഹമായ ഒരു പുരോഗതി ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് വിശദമായൊരു മെഡിക്കൽ ബുള്ളറ്റിൻ 10:30 ശേഷമുണ്ടാകും. ഡോക്ടർമാർ മാധ്യമങ്ങളോട് ഇത് സംബന്ധിയായ കാര്യങ്ങൾ സംസാരിക്കും. എന്തായാലും വെന്റിലേറ്റർ സഹായത്തോടു കൂടി തന്നെയാണ് ഉമാ തോമസ്